വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിലബസിലെ ലാസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള സുവോളജിയാണ്. സുവോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PYQs ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല എനർജിയിലിരിക്കണം എല്ലാവരും. വളരെ നല്ലൊരു ഹാർഡ് വർക്ക് തന്നെ ഉണ്ടാവണം. നമ്മുടെ സാറ്റർഡേ ആണ് ഈ എക്സാം നടക്കുന്നത്. അത്യാവശ്യം വേക്കൻസിയുള്ള നല്ല പോസ്റ്റാണ്. ഇനി ഈ സിലബസ് ഇവിടെ അവസാനിച്ചെങ്കിൽ നമുക്കൊരു മോഡൽ എക്സാം കൂടി നടത്താമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാം. ടെലഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. എന്നിട്ട് നമ്മുടെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തോളൂ. ഈ വീക്കിൽ പറ്റുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടുതരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഫസ്റ്റ് എൻസൈം ടു മിക്സ് വിത്ത് ഫുഡ് ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്? ഓപ്ഷൻസ്: പെപ്സിൻ, സെല്ലുലോസ്, അമിലേസ്, ട്രിപ്സിൻ. കറക്റ്റ് ആൻസർ ഏതാണ്? അമിലേസ് ആണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് എൻസൈം ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഫുഡുമായിട്ട് മിക്സ് ചെയ്യുന്ന ഫസ്റ്റ് എൻസൈം ഏതാണ്? അമിലേസ് ആണ്. അമിലേസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈ അമിലേസ് എവിടെയാണ് പ്രസൻറ്റ് ആയിരിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ സലൈവയിലാണ്. എവിടെയാണ് സലൈവ? വായിൽ വെച്ചാണ് ഫസ്റ്റ് ഡൈജഷൻ നടക്കുന്നത്. സലൈവറി ഗ്ലാൻഡ്സ് ആണ് ഈ അമിലേസിനെ അല്ലെങ്കിൽ സലൈവറി അമിലേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സലൈവറി ഗ്ലാൻഡ്സ് ആണ് കേട്ടോ, മറക്കണ്ട. ഇനി പറയാനുള്ളത്, ഈ സലൈവറി ഗ്ലാൻഡ്സ് സലൈവയിൽ നിന്ന് അമിലേസിനെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എന്താണ് അമിലേസിൻ്റെ ഡ്യൂട്ടി? നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതായത് കാർബോഹൈഡ്രേറ്റിനെ സ്മോളർ മോളിക്യൂൾസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നമ്മുടെ അമിലേസിനുള്ളത്. സ്മോളർ മോളിക്യൂൾസ് ആക്കി മാറ്റുകയാണ്. ആറിനെ? കാർബോഹൈഡ്രേറ്റിനെ കേട്ടോ. പിന്നെ അതുകൂടാതെ പെപ്സിൻ ഉണ്ട്, ട്രിപ്സിൻ ഉണ്ട് അല്ലേ. ഇവരൊക്കെ എന്താണ്? ഡൈജസ്റ്റ് ചെയ്യുന്നത് പ്രോട്ടീൻസിനെയാണ്. ഡൈജസ്റ്റ് പ്രോട്ടീൻസ്. ആരൊക്കെ? പെപ്സിനും ട്രിപ്സിനും എന്താ ചെയ്യുന്നത്? ഡൈജസ്റ്റ് പ്രോട്ടീൻസ്. മറക്കരുത്, ഇതൊക്കെ ഓർത്ത് വെക്കണം. എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇനി വേറൊരു കാര്യമുള്ളത്, ഈ ട്രിപ്സിൻ ഉണ്ടല്ലോ. ട്രിപ്സിൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാൻക്രിയാസ്. നമ്മുടെ ട്രിപ്സിൻ എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ സോഴ്സ് ആരാണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ട്രിപ്സിന്. അങ്ങനെയാണെങ്കിൽ പെപ്സിനോ? പെപ്സിൻ എന്ന് പറയുന്നത് സെക്രീറ്റഡ് ബൈ ദ സ്റ്റൊമക്ക്. ഓക്കെ, അപ്പോൾ ഒരു PYQ, ഇതൊക്കെ നമ്മൾ PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. PYQ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതും ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനല്ല ആക്ച്വലി അല്ലേ. അതെന്താണ്? അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് പഠിക്കുക. അത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് എൻസൈം എന്ന് പറയുന്നത് അമിലേസ് ആണ്. അമിലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സലൈവറി ഗ്ലാൻഡ്സ് ആണ്. കാർബോഹൈഡ്രേറ്റിനെ സ്മോളർ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ പെപ്സിൻ ഉണ്ട്, ട്രിപ്സിൻ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഡൈജസ്റ്റ് പ്രോട്ടീൻ. ട്രിപ്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണെങ്കിൽ പെപ്സിൻ ഈസ് സെക്രീറ്റഡ് ബൈ ദ സ്റ്റൊമക്ക്. ഓക്കെ, പിന്നെ ഇനാക്റ്റീവ് ഫോം ഓഫ് ട്രിപ്സിൻ ആണ് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ട്രിപ്സിനോജൻ എന്ന്. ഇനാക്റ്റീവ് ഫോം ട്രിപ്സിൻ ഈസ് കോൾഡ് ട്രിപ്സിനോജൻ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ എത്ര പറഞ്ഞാലും ഓരോ ടോപ്പിക്കും തീരില്ല അല്ലേ. അപ്പം ജസ്റ്റ് നോട്ട് ചെയ്യുക കേട്ടോ. ഇനാക്റ്റീവ് ഫോം ഓഫ് ട്രിപ്സിൻ ഈസ് കോൾഡ് ട്രിപ്സിനോജൻ. Next one, the dash is the largest and strongest chamber in a human heart. Options: right ventricle, left ventricle, left atrium, right atrium. മനസ്സിലായോ? ഇതിലേതാണ് ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ചേംബർ ഇൻ ദ ഹ്യൂമൻ ഹാർട്ട്? ഹ്യൂമൻ ഹാർട്ടിലെ ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ചേംബർ ഏതാണ്? നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹാസ് തിക്കർ മെംബ്രെയിൻസ്. റൈറ്റ് വെൻട്രിക്കിളിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? തിക്കർ ആയിരിക്കും. ഓക്കെ, തിക്കർ. ഇനി ഈ ലെഫ്റ്റ് വെൻട്രിക്കിളാണ്, അതിനൊരു ഡ്യൂട്ടി ഉണ്ട്. ലെഫ്റ്റിനും റൈറ്റിനും ഒക്കെ ഡ്യൂട്ടി ഉണ്ട്. ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? ഇറ്റ് പമ്പ്സ് ബ്ലഡ് ടു ഓൾ സിസ്റ്റം. ബ്ലഡിനെ ഓൾ സിസ്റ്റത്തിലേക്ക് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓൾ സിസ്റ്റം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ചേംബർ ഇൻ ഹ്യൂമൻ ഹാർട്ട്. റൈറ്റ് ആണെങ്കിലോ, റൈറ്റ് വെൻട്രിക്കിളിൻ്റെ പ്രത്യേകത ഇറ്റ് പമ്പ്സ് ബ്ലഡ് ഇൻ പൾമറി സർക്കുലേഷൻ. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രോങ്ങസ്റ്റ് ചേംബർ ഒന്നുമല്ല. എവിടെയാണ് ബ്ലഡ്? ഇൻ പൾമറി സർക്കുലേഷൻ. പൾമനറി ആണ് കേട്ടോ. പൾമനറി സർക്കുലേഷൻ.
അവിടെയാണ് ഇത് പമ്പ് ചെയ്യുന്നത്. പക്ഷേ ഇത് ലെഫ്റ്റ് ആണെങ്കിലോ ബ്ലഡ് ടു ഓൾ സിസ്റ്റം ആണ്, അതുകൊണ്ട് അത് ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ആണ്. റൈറ്റ് വെൻട്രിക്കിൾ ആണെങ്കിലോ പൾമണറി സർക്കുലേഷനിലാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്ങസ്റ്റ് ചേംബർ. The smallest and longest bones in the human body are options: stapes fibula, tibia femur, stapes femur, nails fibula. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് വരുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്. സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. ഇത് നമ്മുടെ ചെവിയുടെ ഉള്ളിലാണ് കാണുന്നതെന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? പിന്നെ ലോങ്ങസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഫീമർ ആണ്. അപ്പോൾ ഈ സ്റ്റേപ്പിസ് ബോൺ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ബോൺ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്നർമോസ്റ്റ് ബോൺ ഓഫ് അവർ ഓഡിറ്ററി ഓസിക്കിൾസ് ഇൻ ദ മിഡിൽ ഇയറിനകത്ത് കാണുന്നതാണ് അല്ലേ. ഫീമർ എന്ന് പറയുന്നത് തൈ ബോൺ ആണ്. ഇത് ലോങ്ങസ്റ്റ് ആണ്, സ്ട്രോങ്ങസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി. ഈ ഫീമർ എന്ന് പറയുന്നത് നമ്മൾ നല്ല വെയിറ്റൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് മൂവ് ചെയ്യുമ്പോഴും സ്റ്റാൻഡ് ചെയ്യുമ്പോഴും ഒക്കെ ഈ വെയിറ്റിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഡ്യൂട്ടി. ഫീമർ എന്ന് പറയുന്നത് നമ്മുടെ തൈല് കാണപ്പെടുന്ന ബോണാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ is responsible for different functions such as movement, touch, vision, hearing and thought? Option: cerebellum, brain stem, cortex, thalamus. ഏത് പാർട്ടിനാണ് ഡിഫറെൻറ്റ് ഫങ്ഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്? അതായത് മൂവ്മെൻറ്റും ടച്ചും വിഷനും ഹിയറിങ്ങും തോട്ടൊക്കെ ആരുടെ ഡ്യൂട്ടിയിലാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ, സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. എന്താ പറഞ്ഞത്? സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് ഹ്യൂമൻ ബ്രെയിനകത്തെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് അല്ലേ. ഓക്കെ, ഇനി പറയാനുള്ളത് ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ്? ബിലോ യുവർ സെറിബ്രം. സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു സെറിബെല്ലായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റാപ്പിഡ് ആയിട്ടുള്ള മസ്കുലർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ റണ്ണിങ് ആണെങ്കിലും ടൈപ്പിംഗ് ആണെങ്കിലും ടോക്കിംഗ് ആണെങ്കിലും എല്ലാ വർക്കും കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. ഡാഷ് ഹോർമോൺ പ്രിപ്പയർസ് അവർ ബോഡി ടു ഫേസ് ക്രൈസിസ്? ഓപ്ഷൻസ്: തൈറോക്സിൻ, പാരാതൈറോയിഡ്, തൈമോസിൻ, അഡ്രിനാലിൻ. ഏത് ഹോർമോണാണ് നമ്മുടെ ബോഡീനെ ക്രൈസിസ് ഫേസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്നത്? ഏത് ഹോർമോണാണ്? കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും. നമ്മൾ ചെറുതിലേ പഠിക്കുന്നതാണ്. അഡ്രിനാലിനാണ് ആൻസർ. അപ്പോൾ എന്താ ഈ ഹോർമോൺ എന്ന് പറയുന്നത്? ഹോർമോൺ എന്ന് പറഞ്ഞാൽ നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ് ആണ്. നമ്മുടെ ബോഡി ചില സിറ്റുവേഷൻസിലൊക്കെ ഫിസിക്കൽ ചേഞ്ചിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഹോർമോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ബോഡി. ഓക്കെ, ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഇൻ ടു ദ ബ്ലഡ്. ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ ദ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ ടു ദ ബ്ലഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ ടു ദ ബ്ലഡ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. ഇനി അഡ്രിനാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡ്സ് ആണ്. അഡ്രിനൽ ഗ്ലാൻഡ്സ് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ്. ഈ അഡ്രിനാലിൻ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ, നമ്മളൊന്ന് ഓടിയാൽ, നമ്മളൊന്ന് പേടിച്ചാൽ, അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷനിലും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അപ്പോൾ ഈ അഡ്രിനാലിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ്സ്. വെൻ വി ഗെറ്റ് ആംഗ്രി ഓർ നമുക്ക് ഒന്ന് ഓടിക്കതച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആവും അല്ലേ, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡീനെ എല്ലാ ക്രൈസിസും ഫേസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? അഡ്രിനാലിൻ്റെ ഡ്യൂട്ടിയാണത്. നെക്സ്റ്റ് വൺ, the permanent stopping of the menstrual cycle in women is called? Options: menopause, menarche, dysmenorrhea, amenorrhea.
അപ്പോൾ എന്താ ഇവിടെ ക്വസ്റ്റ്യൻ? പെർമനൻറ്റ് സ്റ്റോപ്പിംഗ് ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ. ഒരു 40, 45, 50 ആ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ മെൻസ്ട്രുവൽ സൈക്കിള്, മെൻസ്ട്രേഷൻ പീരീഡ്സ് സ്റ്റോപ്പ് ആവും അല്ലേ, പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും. ആ ഒരു സിറ്റുവേഷൻ അതിനെയാണ് വിളിക്കുന്ന പേരാണ് മെനപ്പോസ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. മെനപ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏകദേശം ഒരു 45-50 വയസ്സ് ആ ഒരു സമയത്താണ്, 45 to 50 ഇയേഴ്സ് ആകുമ്പോഴാണ് ഈ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ആവുന്നത്. ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഈ സ്റ്റോപ്പേജ് ഓഫ് മെൻസ്ട്രുവേഷനെ വിളിക്കുന്ന പേരാണ് മെനോപോസ് എന്ന്. ഓക്കെ, അപ്പം മെനാർക്കി എന്തായിരിക്കും? അതായത് ഫസ്റ്റ് മെൻസ്ട്രുവൽ ഫ്ലോ ബിഗിനിങ് അറ്റ് പ്യൂബർട്ടി. ഒരു പെൺകുട്ടി പ്യൂബർട്ടി സ്റ്റേജ് ആയി കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. ആ ഫസ്റ്റ് മെൻസ്ട്രുവൽ ഫ്ലോനെ പറയുന്ന പേരാണ് മെനാർക്കി. ഇത് പലർക്കും അറിയാത്ത കാര്യമായിരിക്കും. ഫസ്റ്റ് മെൻസ്ട്രുവൽ ഫ്ലോ, അതിനെയാണ് മെനാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. Which of the following is not a sexually transmitted disease? Options: gonorrhea, syphilis, tuberculosis, AIDS. അപ്പോൾ എന്താ ഇവിടെ ചോദിച്ചത്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലാത്തത് ഏത് എന്ന്. ഈസി ആയിട്ട് നമുക്ക് പറയാം, ട്യൂബർക്കുലോസിസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ല. കാരണം എന്താ? ക്ഷയമാണ് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. അത് എയറിൽ കൂടിയാണ്, ലങ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അല്ലേ. സോ ഇത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് അല്ല. പിന്നെ ഏതൊക്കെയാണ്? ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ വരുന്നത്. ഓക്കെ, ഇൻഫെക്ഷൻ വരുന്നത് ത്രൂ സെക്ഷൽ കോണ്ടാക്റ്റ്, അതിനെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഓർ STD എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ ഈ ഒരു കാറ്റഗറിക്ക് അകത്ത് വരുന്നുണ്ട്. എയ്ഡ്സൊക്കെ, എയ്ഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇത് കാരണമായിട്ടുള്ളത് ആരാന്നറിയോ? ബാക്ടീരിയ, അതേപോലെ വൈറസ്, പാരസൈറ്റ്, ഇവരൊക്കെ ഈ ഒരു ഡിസീസിന് കാരണക്കാരാണ്. പക്ഷേ സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, The cell-mediated immunity is carried out by options: red blood cells, T lymphocyte, B lymphocyte, CD4 cell. ഏതാ കറക്റ്റ് ആൻസർ വരുന്നതെന്നറിയോ? ഓപ്ഷൻ ബി ആണ്. T lymphocyte ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ക്യാരി ചെയ്യുന്നത്. അപ്പം ഇത് മെയിനായിട്ട് നമ്മുടെ ആൻറ്റിബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിബോഡീസ് ആർ ഫോംഡ് ബൈ എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സെൽ. ഏതാണെന്നറിയോ ആൻറ്റിബോഡീസ് ഫോം ചെയ്യുന്നത്? ബി ലിംഫോസൈറ്റ് ആണ്. ആൻറ്റിബോഡീസ് ആർ ഫോംഡ് ബൈ എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സെൽ കോൾഡ് ബി ലിംഫോസൈറ്റ്. അതുപോലെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഈസ് എൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ ആൻറ്റിബോഡി. പിന്നെ അതിലെന്താ ഉള്ളത്? ഇറ്റ് ഇൻവോൾവ്സ് ദ ആക്ടിവേഷൻ ഓഫ് ആൻറ്റിജൻ സ്പെസിഫിക് T ലിംഫോസൈറ്റ് ആണ്. സെൽ മീഡിയേറ്റഡിൽ ആൻറ്റിബോഡി അല്ല വരുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ആക്ടിവേഷൻ ഓഫ് ആൻറ്റിജൻ സ്പെസിഫിക് T ലിംഫോസൈറ്റ് ആണ്. ബി സെല്ലിനകത്ത് ബി ലിംഫോസൈറ്റ് ആണെങ്കിൽ ആൻറ്റിബോഡിയാണ് വരുന്നത് കേട്ടോ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽ ഫൈല is the body divided into head, thorax and abdomen? Options: Annelida, Mollusca, Arthropoda, Chordata. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഏത് ആനിമൽ ഫൈലത്തിലാണ് ബോഡി ഡിവൈഡഡ് ഇൻറ്റു ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ ഈ ഒരു സിസ്റ്റം കാണുന്നത്? ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് പറയുന്നത് ഫൈലത്തിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ലാർജസ്റ്റ് ഫൈലമാണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ, ചിലപ്പോൾ ചോദിക്കും ലാർജസ്റ്റ് ഫൈലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആർത്രോപോഡ. ആനിമൽ കിങ്ഡത്തിനകത്ത് വരുന്നതാണ്. ഒരുപാട് വരുന്നുണ്ട് ആനിമൽ കിങ്ഡം, അതിൽ വരുന്നതാണ്. ലാർജസ്റ്റ് ആണ് ആർത്രോപോഡ. ഈ ഫൈലം ആർത്രോപോഡ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് വോൺ സീബോൾഡ് എന്ന് പറയുന്ന ആളാണ്. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, വോൺ സീബോൾഡ്. നല്ല ബോൾഡായിട്ടുള്ള ആളായിരുന്നു. ആർത്രോപോഡിനെ കണ്ടുപിടിച്ചത് 1845 ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. ഫൈലം ആർത്രോപോഡ വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ബൈ വോൺ സീബോൾഡ് ഇൻ 1845. ഓക്കെ, ബോഡി ഓഫ് ആർത്രോപോഡ്സിൽ എന്തൊക്കെ വരുന്നത്? ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ മറക്കരുത്. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഇൻ ആർത്രോപോഡ എന്ന് പറയുന്നത് ഓപ്പൺ ടൈപ്പാണ്. ഇതിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം. എക്സ്ക്രീഷൻ നടക്കുന്നത് മാൽപീജിയൻ ട്യൂബ് വഴിയാണ്. ഇതൊക്കെ ഓർക്കണം. ഇവിടുന്ന് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം, നമ്മളൊട്ടും
വിട്ടു കൊടുക്കരുത്. ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ലാർജസ്റ്റ് ഫൈലാണ് വോൺ സീബോൾഡ് 1845 ഇത് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പാണ്. മാൽപീജിയൻ ട്യൂബിൾസ് ആണ് ഇവിടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. ആർത്രോപോഡയുടെ എക്സ്ക്രീഷൻ ടേക്സ് പ്ലേസ് ത്രൂ മാൽപീജിയൻ ട്യൂബിൾസ്. ഓക്കെ, which one of the following technique can be used to establish the paternity of a child? Paternity of a child. ഏത് ടെക്നിക്കാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: പ്രോട്ടീൻ അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് DNA, ക്രോമസോം കൗണ്ടിങ്, DNA ഫിംഗർ പ്രിൻറ്റിങ്. നമുക്ക് ഈസി ആയിട്ട് പറയാവുന്ന കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? DNA ഫിംഗർ പ്രിൻറ്റിങ് ആണ് വരുന്നത്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, ചിലപ്പോൾ ഓപ്ഷനിൽ അതായിരിക്കും വരുന്നത്. DNA പ്രൊഫൈലിംഗ്. ഒന്ന് നോട്ട് ചെയ്തോളൂ, DNA പ്രൊഫൈലിംഗ്. അപ്പം ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വലിൻ്റെ DNA ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് യുണീക്കായിരിക്കും, ഓരോരുത്തരുടെ ഫിംഗർ പ്രിൻറ്റ്സും യുണീക്കായിരിക്കും. അത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. DNA ക്യാരക്ടറിസ്റ്റിക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. DNA അനാലിസിസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? സ്പീഷീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഐഡൻറ്റിഫൈ എ സ്പീഷീസ്. നമുക്കൊരു ഇൻഡിവിജ്വലിൻ്റെ അല്ല, ഈ DNA അനാലിസിസ് വഴി നമ്മൾ സ്പീഷീസിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് DNA ബാർ കോഡിംഗ് എന്ന്. ബാർ കോഡിംഗ്, അതായത് ഇൻഡിവിജ്വലിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ്? DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്ന് പറയും. സ്പീഷീസിനെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ DNA ബാർ കോഡിംഗ് ആണ്. പിന്നെ വരുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ DNA പ്രൊഫൈലിങ്ങിനെ കുറിച്ച് കൂടുതൽ ഒന്നും കൂടിയും വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ DNA പ്രൊഫൈലിംഗ് വഴിയാണ് ഇൻവെസ്റ്റിഗേഷൻസ്, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുന്നത്. അതായത് പല സസ്പെക്റ്റുകളുടെയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ നമുക്ക് കിട്ടിയ എവിഡൻസ് വെച്ചിട്ട്, DNA എവിഡൻസ് വെച്ചിട്ട് നമ്മൾ സസ്പെക്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ മാച്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ DNA പ്രൊഫൈലിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആനിമലിൻ്റെയും പ്ലാന്റിൻ്റെയും പോപ്പുലേഷൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്റ്റഡി ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് പോപ്പുലേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സുവോളജി, ബോട്ടണി, അഗ്രികൾച്ചർ, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ DNA ബാർ കോഡിങ്ങിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിൽ ബാർ കോഡിങ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ അതായിരിക്കും. അതുപോലെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നതും പ്രൊഫൈലിംഗ് എന്ന് പറയുന്നതും ഒന്നാണ്, അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. In the menstrual cycle, lowering of which hormone causes menstruation? Options: progesterone, thyroxine, estrogen, follicle stimulating hormone. കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? പ്രൊജസ്റ്ററോൺ ആണ്. പ്രൊജസ്റ്ററോൺ, ലോവറിംഗ് ഓഫ് പ്രൊജസ്റ്ററോൺ ഹോർമോൺ കോസസ് മെൻസ്ട്രുവേഷൻ. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഈ പ്രൊജസ്റ്ററോണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രഗ്നൻസി ഹോർമോൺ എന്ന്. പ്രഗ്നൻസി ഹോർമോൺ, ഇതിനെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എൻഡോമെട്രിയം ലൈനിങ്ങിലൊക്കെ അതിൻ്റെ മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള ഹോർമോണൊക്കെയാണ്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, ഇത്ര ഓർത്ത് വയ്ക്കുക. പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നതും ലോവറിംഗ് ഓഫ് പ്രൊജസ്റ്ററോൺ ആണ് മെൻസ്ട്രുവേഷന് കാരണമായിട്ടുള്ളതെന്ന്. ഈ 2 പോയിന്റ് നോട്ട് ചെയ്തോളൂ കേട്ടോ. Which of the following sets of hormone are called happy hormone? Options: endorphin and cortisol, endorphin and dopamine, adrenaline and cortisol, dopamine and insulin. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 2 എണ്ണം ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇൻസുലിൻ എന്ന് പറയുന്ന ഷുഗറുമായിട്ട് റിലേറ്റ് ചെയ്ത്, അപ്പോൾ അതല്ല. അഡ്രിനാലിനും അല്ല അല്ലേ, ക്രൈസിസിനെ ഫേസ് ചെയ്യാനുള്ളതാണ്. ഇവർ രണ്ടാലും ആരാന്ന് നോക്കിയാൽ മതി. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, എൻഡോർഫിൻ ആൻഡ് ഡോപ്പമിൻ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ എൻഡോർഫിനെ എടുത്തു കഴിഞ്ഞാൽ എൻഡോർഫിൻ്റെ പ്രത്യേകത എന്താ അറിയോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇവരാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. എൻഡോർഫിൻ്റെ പ്രത്യേകത നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും പെയിനും ഫീലിങ്സും ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സെഡേറ്റീവായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. സെഡേറ്റീവായിട്ട് ഇത് ഹാപ്പി ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഡോപ്പമിൻ ആണ് രണ്ടാമത്തെ വരുന്നത്. ഡോപ്പമിൻ എന്ന് പറയുന്നത് ബ്രെയിനിൽ തന്നെ സെവറൽ ഏരിയാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്.
ന്യൂറോ ഹോർമോൺ ആണ്. ഇറ്റ് ഈസ് എ ന്യൂറോ ഹോർമോൺ. ഇതെവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബ്രെയിനകത്ത് കേട്ടോ, ബ്രെയിനകത്താണ്. മാത്രമല്ല ന്യൂറോ ഹോർമോൺ ആണ്. ഇത് ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്നതാണ്, റിലീസ്ഡ് ബൈ ദ ഹൈപ്പോതലാമസ്. ഡോപ്പമിന് നമ്മൾ വിളിക്കുന്ന പേര് തന്നെയാണ് ഹാപ്പി ഹോർമോൺ. ഇപ്പം രണ്ടും വരുന്നുണ്ട്. രണ്ടും ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറായിട്ട് ഡോപ്പമിൻ കൊടുത്താൽ മതി. മോർ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഡോപ്പമിൻ കൊടുക്കാം. പിന്നെ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. അപ്പം ഇത് രണ്ടും ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ്. നമുക്ക് സന്തോഷമായിട്ട് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾ മെയിനായിട്ട് ഈ ഡോപ്പമിനാണ് കേട്ടോ. ദ പാർട്ട് ഓഫ് ദ neuron which receives message from other neurons is options axon, dendrite, myelin sheet, cyton. കറക്റ്റ് ആൻസർ ഏതാ വരുന്നതെന്ന് അറിയോ? ഓപ്ഷൻ ബി ആണ്, ഡെൻഡ്രൈറ്റ് ആണ്. പാർട്ട് ഓഫ് ദ ന്യൂറോൺ വിച്ച് റിസീവ് മെസ്സേജ് ഫ്രം അതർ ന്യൂറോൺസിൽ നിന്ന് മെസ്സേജ് റിസീവ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഡെൻഡ്രൈറ്റ് ആണ്. ഒരുപാട് പാർട്ടുണ്ട്, ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ നമുക്ക് മെസ്സേജ് നെർവസ് സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? റിസീവ് ആൻഡ് സെൻഡ് മെസ്സേജസ്, അതിനെയാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ന്യൂറോൺസ് റിസീവ് ആൻഡ് പ്രോസസ് ഇൻഫോർമേഷൻ ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ. പിന്നെ അവിടെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ട്. ദ ഇലക്ട്രിക്കൽ സിഗ്നൽ ദാറ്റ് ദ ന്യൂറോൺ കണ്ടക്ട് ഈസ് നോൺ ആസ് നെർവ് ഇമ്പൾസ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇലക്ട്രിക്കൽ സിമ്പിൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. Which among the following is related to the human skeletal structure? Option spleen, urethra, femur, iris. Correct answer ഏതാ? ഫീമർ ആണ്. ഫീമറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹ്യൂമൻ സ്കെലിറ്റൽ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ലോങ്ങസ്റ്റ് ആണ്, സ്ട്രോങ്ങസ്റ്റ് ബോൺ ആണ് ഇൻ അവർ ബോഡിയിൽ, അല്ലേ? ദ ലോങ് സ്ട്രെയിറ്റ് പാർട്ട് ഓഫ് ദ ഫീമർ ഇസ് കോൾഡ് ഫീമോറൽ ഷാഫ്റ്റ്. അതൊന്ന് നോട്ട് ചെയ്തോളൂ. ഫീമോറൽ ഷാഫ്റ്റ്. The long straight part of the femur is called femoral shaft. Which part of the digestive system receives secretions from the liver and the pancreas? ഏത് പാർട്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഏത് പാർട്ടാണ് റിസീവ് സെക്രീഷൻസ് ഫ്രം ലിവർ ആൻഡ് പാൻക്രിയാസ്? ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നും സെക്രീഷൻസ് റിസീവ് ചെയ്യുന്നത്. ഓപ്ഷൻസ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്, ഗോൾ ബ്ലാഡർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് എന്താണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അതാണ് ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നൊക്കെ സെക്രീഷൻസിനെ യൂസ് ചെയ്യുന്നത്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഏകദേശം 6 to 8 meters ലോങ് ആണ്. ഇതാണ് ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നൊക്കെ സെക്രീഷൻസ് റിസീവ് ചെയ്യുന്നത്. ഇനി ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഇന്നർ വാൾസ് എന്ന് പറഞ്ഞാൽ അവിടെ തൗസൻഡ്സ് ഓഫ് ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് ഉണ്ടായിരിക്കും. ഫിംഗർ ഷേപ്പുള്ള ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ്, മനസ്സിലായോ? ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഔട്ട് ഗ്രോത്ത്. അതിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? വില്ലി. ഓക്കെ, വില്ലി എന്നാണ് അതിനെ പറയുന്നത്. അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലിവറിൽ നിന്നും സെക്രീഷൻസ് എടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്തായിരിക്കും? ബൈലിനെയാണ്. ബൈൽ. ഇറ്റ് റിസീവ്സ് ബൈൽ ജ്യൂസ് ആൻഡ് സ്റ്റോർ ഇൻ ദ ഗോൾ ബ്ലാഡർ. ഓക്കെ, അപ്പോൾ ലിവറിൽ നിന്ന് മാത്രമല്ല പാൻക്രിയാസിൽ നിന്നും രണ്ടെണ്ണം എടുക്കും. പിന്നെ 6 to 8 meter ആണ് അതിൻ്റെ വലിപ്പം പറയുന്നത്. ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് ഉണ്ട് ഇതിന് ഇന്നറിൽ, അതിന് പറയുന്ന പേരാണ് വില്ലി. ദെൻ ബൈൽ ജ്യൂസ് എടുക്കും, റിസീവ് ചെയ്യും. മാത്രമല്ല ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. Identify the function of lipase in the process of digestion. Options: breaking down roughage, breaking down emulsified fat, secreting intestinal fluid, digesting protein. എന്താ ചോദിച്ചിരിക്കുന്നത്? ലിപ്പേസിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ വരുന്നതെന്ന് അറിയോ? ഓപ്ഷൻ ബി ആണ്, ബ്രേക്കിംഗ് ഡൗൺ എമൽസിഫൈഡ് ഫാറ്റ്. അപ്പോൾ ഈ ലിപ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈജഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് ഡൈജഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ ബോഡി. ഓക്കെ, ലിപ്പേസ് എമൽസിഫൈഡ് ഫാറ്റിനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ഓർത്ത് വയ്ക്കുക. മൗത്തിൽ നിന്ന് നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് ചൂ ചെയ്ത് സലൈവയായിട്ട് മിക്സ് ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ഇപ്പോൾ ഈ ഫാറ്റ് ഡൈജഷൻ മെയിനായിട്ട് എവിടെ നടക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്.
ഓക്കെ, ഈ അതിനകത്ത് വെച്ചിട്ട് എമൽസിഫൈഡ് ഫാറ്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ഒക്കെ ആയിട്ട് മാറും. അത് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, ലിപ്പേസ് എന്ന് പറയുന്നതാണ് ഡൈജഷൻ ഓഫ് ഫാറ്റിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് ഡൈജഷൻ മൗത്തിൽ വെച്ച് തുടങ്ങും. മെജോറിറ്റി ഓഫ് ഫാറ്റ് ഡൈജഷനും സ്മോൾ ഇൻറ്റസ്റ്റൈൻ വെച്ചാണ് സംഭവിക്കുന്നതെങ്കിലും സ്റ്റാർട്ടിങ് എവിടെയാണ്, മൗത്തിൽ വെച്ച്. ഓക്കെ, പിന്നെ ഇത് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും. Trypsin, the enzyme which converts fat into fatty acid and glycerol. It is secreted by dash. ഓപ്ഷൻ സ്റ്റൊമക്, പാൻക്രിയാസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. എന്താ പറയുന്നത്, സ്ട്രീപ്സിൻ എന്ന് പറയുന്ന എൻസൈം കൺവേർട്സ് ഫാറ്റ് ഇൻറ്റു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. അതാരാണ് സെക്രീറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്താ വരുന്നത്, ഓപ്ഷൻ ബി ആണ്, പാൻക്രിയാസ് ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിപ്സിൻ എന്ന് പറയുന്നതിന് എന്ത് തന്നെയാണ്, പാൻക്രിയാറ്റിക് ലിപ്പേസിൻ്റെ മറ്റൊരു പേരാണ്. കണ്ടോ, പേരൊന്ന് മാറിയാൽ നമുക്ക് കൺഫ്യൂഷനായി. പാൻക്രിയാറ്റിക് ലിപ്പേസിനെ വിളിക്കുന്ന പേര് തന്നെയാണ് സ്ട്രീപ്സിൻ എന്ന്. ഇതൊരു ഡൈജസ്റ്റീവ് എൻസൈം ആണ്. ഫാറ്റ്സിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുകയാണ് അതിൻ്റെ ഡ്യൂട്ടി. ഫാറ്റിനെ എന്താക്കി മാറ്റുകയാണ്, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഇനി ഈ സ്റ്റൊമക്കാണ് ഇത് സ്റ്റൊമക്ക് എന്താ സെക്രീറ്റ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ പെപ്സിൻ്റെ കേസ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു സ്റ്റൊമക്കാണ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ സ്റ്റൊമക്ക് രണ്ടാൾക്കാരെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആരിനൊക്കെയാണ്, പെപ്സിനെയും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രോട്ടീൻ്റെ ഒക്കെ ഡൈജഷൻ നടത്തുന്നത്. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വെച്ചിട്ട് അല്ലേ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ സെക്രീറ്റ് എൻസൈം സച്ച് ആസ് അമിലേസ്, പ്രോട്ടിയേസ്, ലിപ്പേസ്. അപ്പോൾ അമിലേസ് നമ്മൾ പറഞ്ഞു മൗത്തിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, പ്രോട്ടിയേസും ലിപ്പേസും ഒക്കെ. അത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ് ഇതിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ വഴിയാണ് ഫീസസിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിന് ഒക്കെ ഒരുപാട് തവണ ഡൈജഷനൊക്കെ നടന്നിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഫോർമേഷൻ ഓഫ് ഫീസസ് ആണ്. അപ്പോൾ ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഓർഗനാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ. ഇത് സെവറൽ എൻസൈംസിനെയൊക്കെ ഡൈജസ്റ്റീവ് എൻസൈംസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏത് എൻസൈമാണെന്ന് ചോദിച്ചാൽ പാൻക്രിയാറ്റിക് അമിലേസ്, പ്രോട്ടിയേസ്, ലിപ്പേസ് അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അവരൊക്കെ ഡൈജഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. The process of respiration is options: an oxidation reaction which is exothermic, an oxidation reaction which is endothermic, a reduction reaction is exothermic, a reduction reaction which is endothermic. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഒരു റെസ്പിറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് ഏത് വിഭാഗത്തിലാണ് വരുന്നത്, ഫസ്റ്റ് വൺ ആണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്, എക്സോതെർമിക് ആണ്. അപ്പോൾ എന്താ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ, എക്സോതെർമിക്കിൻ്റെ പ്രത്യേകത അവിടെ റിലീസ് ചെയ്യും, എന്ത്, എനർജി റിലീസ് ചെയ്യും. അതാണ് എക്സോതെർമിക്, റിലീസ് എനർജി. ഓക്കെ, ഇനി എൻഡോതെർമിക്. അപ്പോൾ ഈ എനർജി റിലീസ് ചെയ്യുന്നത് ചിലപ്പോൾ ഹീറ്റായിട്ടാവാം, ലൈറ്റായിട്ടാവാം, എങ്ങനെയാണെങ്കിലും അവിടെ എനർജിയുടെ റിലീസ് ഉണ്ടാവും. എൻഡോതെർമിക്കിൻ്റെ പ്രത്യേകത എന്താണ്, അപ്പോൾ തിരിച്ച് അല്ലേ, അബ്സോർബ് ചെയ്യാം, അബ്സോർബ് എനർജി. അതായത് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ എന്നല്ല, നമ്മുടെ റെസ്പിറേഷനാണ്. റെസ്പിറേഷൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ എനർജീനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, എനർജി കിട്ടാനില്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റെസ്പിറേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് സെൽസ് ഓഫ് എൻ ഓർഗാനിസം ഒബ്റ്റെയിൻ എനർജി ബൈ കമ്പൈനിങ് ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ്. അതിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അവിടെ പ്രോസസ്സ് നടന്നിട്ട് റിയാക്റ്റൻ പാർട്ടിൽ ആരാ ഉണ്ടാവുക, കാർബോഹൈഡ്രേറ്റ്. പ്രോഡക്ട്സ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും ഒക്കെയാണ് ഉണ്ടാവും. അപ്പോൾ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യല്ലേ അല്ലെങ്കിൽ റിലീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എന്ത് റിയാക്ഷൻ എന്ന് പറയാം, എക്സോതെർമിക് ആണ്. മാത്രമല്ല ഇവിടെ ഗ്ലൂക്കോസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് എനർജി കിട്ടുന്നത്. അപ്പോൾ ഗ്ലൂക്കോസും ഓക്സിജൻ്റെ അഡീഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ കൂടിയാണ്. എനർജി റിലീസ് ചെയ്യുന്നതുകൊണ്ട് എക്സോതെർമിക്കും ആണ്. ഗ്ലൂക്കോസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ, അതുകൊണ്ട് എന്താണ്, ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷനും ആണ്.
The end product of the aerobic respiration is option CO2 plus CO, CO2 plus NO, CO2 plus O2, CO2 plus H2O. കറക്റ്റ് ആൻസർ എന്താ വരുന്നത് അറിയോ? ഓപ്ഷൻ ഡി ആണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വരുന്നത്. ഇപ്പോൾ ഈ എയറോബിക് റെസ്പിറേഷനും ഉണ്ട് അല്ലേ, എയറോബിക് അനേറോബിക്കും ഉണ്ട്, അനേറോബിക്കും ഉണ്ട്, എയറോബിക്കും ഉണ്ട്. എയറോബിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. അനേറോബിക് എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. എയറോബിക് എന്താണ്? പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രസൻസിലായിരിക്കും ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? ഇനി അവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ റെസ്പിറേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ആനിമൽസിലും ഹ്യൂമൻസിലും മാമൽസിലും ബേർഡ്സിലും എവറിത്തിങ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പിന്നെ എനർജിയാണ് അവിടെ ഉണ്ടാവുന്നത്. The first step towards achieving your dreams is having the right coach. Get the best education with Chemistry Tips Education and make your chemistry-based exam dreams come true. Download the app now. How many chambers are present in human heart? ഓപ്ഷൻസ് 2, 3, 4, 5. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ. എത്ര ചാമ്പേഴ്സ് ആണുള്ളത്? 4 എണ്ണം അല്ലേ? ഓപ്ഷൻ സി ആണ്. 4 ചാമ്പേഴ്സ് ആണ് ഒരു ഹ്യൂമൻ ഹാർട്ടിനുള്ളത്. ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ലേ? റൈറ്റ് ഓട്രിയം, അതുപോലെ തന്നെ ലെഫ്റ്റ് ഓട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, പിന്നെ ഇന്നൊക്കെ ഈ കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഒക്കെ കൂടുതലാണ്. അത് ഓവർ വെയ്റ്റ്, സ്മോക്കിംഗ്, ബ്ലഡ് പ്രഷർ കൂടുക, കൊളസ്ട്രോൾ കൂടുക ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള റീസൺ കൊണ്ട് പെട്ടെന്ന് ഹാർട്ടിന് ഫെയിലിയേഴ്സ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. The apex of the heart is formed mostly by the options left ventricle, right atrium, left atrium, central ventricle. കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ്. The apex of the heart is formed mostly by the left ventricle. The largest phylum of animal kingdom is options Coelenterata, Arthropoda, then Annelida, പ്രോട്ടോസോവ. ഇതിനെ വേറൊരു പേര് പറയില്ലേ? കോളൻട്രേറ്റ എന്ന് പറയും. നിങ്ങളെങ്ങനെയാണ് പഠിച്ചു വെച്ചാൽ അതുപോലെ നോക്കിക്കോളൂ കേട്ടോ. കോളൻട്രേറ്റ എന്ന് പറയാൻ തൽക്കാലം നമുക്ക്. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് ലാർജസ്റ്റ് ഫൈലം എന്ന് പറയുന്നത്? ആർത്രോപോഡയാണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. ഫൈലം ആർത്രോപോഡിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. ഫസ്റ്റ് ലാർജസ്റ്റ് ഫൈലം ആണ്. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് വോൺ സീബോൾഡ് ഇൻ 1845 എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നറിയോ? കോക്രോച്ച്, പ്രോൺ, ക്രാബ്, സ്കോർപ്പിയോൺ, ഹൗസ് ഫ്ലൈ. ഇതൊക്കെ ഈ ഒരു ഫൈലം ആർത്രോപോഡയ്ക്ക് അകത്ത് വരുന്നതാണ്. The first phylum of animal kingdom to exhibit bilateral symmetry. Bilateral symmetry exhibit ചെയ്യുന്ന ഫസ്റ്റ് ഫൈലം ആനിമൽ കിങ്ഡത്തിൽ ഏതാണ്? ഓപ്ഷൻസ് ആർത്രോപോഡ, അന്നലിഡ, മൊളസ്ക, പ്ലാറ്റിഹെൽമിന്തസ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫൈലം. എന്താ പ്രത്യേകത? ഇത് എക്സിബിറ്റ് ബൈലാറ്ററൽ സിമെട്രി. ഈ പ്ലാറ്റിഹെൽമിന്തസ് വരുന്നതാണ് നമ്മുടെ ഫ്ലാറ്റ് വേംസ് ഒക്കെ കേട്ടോ. ഫ്ലാറ്റ് വേംസ് അസിലോമേറ്റ് ആനിമൽസിലൊക്കെ വരുന്നതാണ്. അസിലോമേറ്റ് ആനിമൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അസീലോമേറ്റ് എന്നുള്ള ടേം ഒന്ന് നോട്ട് ചെയ്തോളൂ. അസീലോമേറ്റ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ അത് ആ വിഭാഗത്തിൽ വരുന്നതാണ് ഈ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ പ്ലാറ്റിഹെൽമിന്തസ്. ഇതിൻ്റെ പ്രത്യേകത ബോഡി ക്യാവിറ്റി ഉണ്ടാവില്ല. വിത്തൗട്ട് എനി ബോഡി ക്യാവിറ്റി, അതാണ് അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ. വിത്തൗട്ട് എനി ബോഡി ക്യാവിറ്റി. പിന്നെ ബയലാട്രൽ സിമെട്രി എക്സിബിറ്റ് ചെയ്യുന്നതിൽ പല ടൈപ്പ് വരുന്നുണ്ട്. അസീലോമേറ്റ് കൂടാതെ സീലോമേറ്റ്സ് ഇതൊക്കെ വരുന്നുണ്ട്. അസീലോമേറ്റിൻ്റെ പ്രത്യേകത വിത്തൗട്ട് ബോഡി ക്യാവിറ്റിയാണ്. അതിനകത്ത് എക്സാമ്പിളായിട്ട് നമുക്ക് പ്ലാറ്റിഹെൽമിന്തസിനെ പറയാം അല്ലേ. സ്യൂഡോ സീലോമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോൾസ്, പേര് പോലെ തന്നെ ഫോൾസ് സീലം ഓർ ക്യാവിറ്റി. റിയലി ഇല്ല, പക്ഷേ ഉള്ള പോലെ തോന്നും. അപ്പോൾ ഫോൾസ് സീലം ഓർ ക്യാവിറ്റി അതിന് വരുന്നതാണ് ആസ്കി ഹെൽമിന്തസ് എന്ന് പറയുന്ന വിഭാഗം. ആസ്കി ഹെൽമിന്തസ്. പിന്നെ സീലോമേറ്റ്സ്, അതിന് ട്രൂ സീലോം ഓർ ക്യാവിറ്റി ഉണ്ട്. സീലോം എന്ന് പറഞ്ഞാൽ അതിനെയാണ് ക്യാവിറ്റി കേട്ടോ. സീലോം ക്യാവിറ്റി. അപ്പോൾ പേര് പോലെ തന്നെ അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ നോ ക്യാവിറ്റി, സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫോൾസ് ക്യാവിറ്റി, സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ട്രൂ ക്യാവിറ്റി. ഈ സീലോമേറ്റ്സിന് എക്സാമ്പിൾ വരുന്നത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. അന്നലിഡ സീലോമേറ്റ്സിന് എക്സാമ്പിൾ വരുന്നതാണ്. ആർത്രോപോഡ,
സീലോമേറ്റിൽ വരുന്നതാണ്. മൊളസ്ക സീലോമേറ്റിൽ വരുന്നതാണ്. എക്കിനോഡർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ ഇതൊക്കെ ഇതിൽ വരുന്ന സീലോമേറ്റിൽ. പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ പ്രത്യേകത അസീലോമേറ്റ് ആണ്. അവയ്ക്ക് പ്രത്യേകിച്ച് ഒരു ക്യാവിറ്റി ഇല്ല, ബോഡി ക്യാവിറ്റി ഇല്ല. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോളൂ. എർത്ത് ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ആനിമൽ കിങ്ഡം? ഓപ്ഷൻസ് അനലിഡ, മൊളസ്ക, ആർത്രോപോഡ, നിമറ്റോഡ. കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അനലിഡ. അനലിഡയാണ് എർത്ത് വേം ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ആനിമൽ കിങ്ഡം. എർത്ത് വേം ഏതിലാണ് വരുന്നത്? അനലിഡയിൽ വരുന്നതാണ്. ഈ എർത്ത് വേമിൻ്റെ പ്രത്യേകത എന്താ? ഇതൊരു ടെറസ്ട്രിയൽ ഇൻവേർട്ടിബ്രേറ്റ് ആണ്. ഇൻവേർട്ടിബ്രേറ്റ് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, പക്ഷേ ബയോളജി പഠിക്കാത്തവരെ സംബന്ധിച്ച് അതെന്താണ് ഇൻവേർട്ടിബ്രേറ്റ് എന്നൊക്കെ തോന്നും. ഇൻവേർട്ടിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, നട്ടലില്ലാത്ത, ബാക്ക് ബോൺ ഇല്ല, നോ ബാക്ക് ബോൺ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ബാക്ക് ബോൺ, അതിനെയാണ് ഇൻവേർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് എർത്ത് വേം. വേമിന് ഇല്ലല്ലോ, നമുക്കറിയാലോ. അത് ഏതിലാണ് വരുന്നത്? അനലിഡയിലാണ് കേട്ടോ. അതിങ്ങനെ മോയിസ്റ്റ് സോയിലും ഓർഗാനിക് മാറ്ററിലും ഒക്കെ വരുന്ന സാധനമാണ് എർത്ത് വേം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ മണ്ണിരയാണ് പുള്ളി, വേറെ ഒന്നുമല്ല. ട്യൂബ് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്, സിലിണ്ടറിക്കൽ ഷേപ്പാണ്, റെഡിഷ് ബ്രൗൺ സെഗ്മെൻറ്റഡ് ബോഡിയാണ്. ഓക്കെ, ഇത് സ്കിൻ വഴിയാണ് ശ്വസിക്കുന്നത്. അതുപോലെ അതിനൊരു ഡബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്, സീലോമിക് ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. എന്തൊക്കെ പറഞ്ഞു ഇപ്പം? അനലിഡ എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് വേം എന്ന് പറയുന്നത് അനലിഡയ്ക്കകത്ത് വരുന്നതാണ്, ഇൻവേർട്ടിബ്രേറ്റിനകത്ത് വരുന്നതാണ്. അതായത് ബാക്ക് ബോൺ പ്രസൻ്റ് അല്ല, ട്യൂബ് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്, സിലിണ്ടറിക്കൽ ഷേപ്പാണ്, റെഡിഷ് ബ്രൗൺ കളറാണ്, സെഗ്മെൻറ്റഡ് ബോഡിയാണ്, റെസ്പിറേഷൻ എങ്ങനെയാണ്? സ്കിൻ വഴിയാണ്. പിന്നെ സീലോമിക് ഫ്ലൂയിഡ് ഉണ്ട് അതിങ്ങനെ പോകുന്ന വഴിക്ക് ആ ഫ്ലൂയിഡ് കാണാം നമുക്ക് അല്ലേ. Which of the following fall under phylum Arthropoda of the animal kingdom? Options jellyfish, crab, starfish, oysters. എന്താണ്? ക്രാബ് ആണ് ആൻസർ. ആർത്രോപോഡയിൽ വരുന്നത് ആരാണ്? ക്രാബ് ആണ് കേട്ടോ, നോട്ട് ചെയ്തോളൂ. Which of the following is an example of phylum Alchyhelminthes? ആൽക്കിഹെൽമിന്തസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിനകത്ത് വരുന്നതാണ് ഈ ആസ്കാരിസ് എന്ന് പറയുന്ന സാധനം. ആസ്കിഹെൽമിന്തസിൽ വരുന്നതാണ് ആസ്കാരിസ്. ആസ്കാരിസ് നമുക്ക് അറിയാവുന്നൊരു സാധനമാണ്. റൗണ്ട് വേംസ് അതിനകത്താണ് വരുന്നത്, റൗണ്ട് വേംസ്. ഈ റൗണ്ട് വേംസിന് നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന സാധനമാണ് റൗണ്ട് വേംസ് എന്ന് പറയുന്നത്. വരില്ലേ, കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും വരാറുണ്ട്. മണ്ണിലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഗാർഡനിലൊക്കെ പ്ലാന്റ്സുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ മണ്ണൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ വരും. നമ്മുടെ വൃത്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നൊരു സാധനമാണ്. അതുപോലെ കുട്ടികൾ കൈ കഴുകാതെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒക്കെ വരുന്ന സാധനമാണ് ആസ്കാരിസ്. അതിൻ്റെ പേരാണ് ആസ്കാരിസ്. ഈ പേര് എങ്ങനെ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ആസ്കാരിയാസിസ് എന്ന് പറയുക, ആസ്കാരിയാസിസ്. അപ്പം ആസ്കാരിസ് എന്ന് പറയുന്നത് റൗണ്ട് വേംസിനകത്ത് വരുന്നതാണ്, ആസ്കിഹെൽമിന്തസിനാണ് അത് വരുന്നത്. ഓക്കെ, ആസ്കാരിസ് ഒരു എൻഡോ പാരസൈറ്റ് ആണ്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഹ്യൂമൻ ബീയിങ്സിലാണ് അത് ജീവിക്കുന്നത്, എൻഡോ പാരസൈറ്റ് കേട്ടോ. പിന്നെ ആസ്കാരിസ് എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ റൗണ്ട് വേം എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ആസ്കാരിസ് വേം കോസസ് ആസ്കാരിയാസിസ്. ഇത് അധികവും കുട്ടികളിലാണ് കാണുന്നത്. Which one is the most primitive mollusca? Chiton, Dendalium, Neopilina, Patella. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത പേരുകളാണ്. നിയോപിലിന, അതാണ് നമ്മുടെ ആൻസർ. നിയോപിലിന എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അനലിഡയുടെയും അതുപോലെ തന്നെ നമ്മുടെ മൊളസ്കയുടെയും ഇവരുടെ രണ്ടിൻ്റെ ഒരു മിക്സാണ് അനലിഡ ആൻഡ് മൊളസ്ക. ഇതിൻ്റെ രണ്ടിൻ്റെ ക്യാരക്ടർ കാണിക്കുന്ന സാധനമാണ് നിയോപിലിന എന്ന് പറയുന്നത് കേട്ടോ. ഇവർ രണ്ടാളുടെയും ക്യാരക്ടർ കാണിക്കും. നിയോപിലിന എന്ന് പറയുന്നത് അതിന് ലാർവ അനലിഡയുടെ പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫൂട്ട് മൊളസ്കയുടെ പോലെയാണ് ഇരിക്കുന്നത്. ഒരു കണക്റ്റിംഗ് ലിങ്കാണ്, അനലിഡയുടെയും മൊളസ്കയുടെയും കണക്റ്റിംഗ് ലിങ്കായിട്ട് നമുക്ക് ഈ നിയോപിലിനെ പറയാം. ഓക്കെ, നിയോപിലിനയുടെ പ്രത്യേകത എന്താണ്? ഇത് മോസ്റ്റ് പ്രിമിറ്റീവ് മൊളസ്കയാണ്. Which of the following group of animal are marine and characterized by a spiny skin? Options phylum Annelida, phylum Echinodermata, phylum Arthropoda, phylum Mollusca. എന്താ ചോദിച്ചിരിക്കുന്നത്? ഗ്രൂപ്പ് ഓഫ് ആനിമൽ ആർ മറൈൻ. മറൈൻ ആണ്, ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്പൈനി സ്കിന്നാണ്. സ്പൈനി സ്കിന്നാണ്, മറൈൻ ആണ്, അതായത് വെള്ളത്തിലൊക്കെ കാണുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഏതായിരിക്കും?
ഓപ്ഷൻ ബി ആണ്. എക്കിനോഡെർമേറ്റ ആണ് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളത്. ഇത് ഇൻവേർട്ടിബ്രേറ്റ്സ് ആണ്. ഓക്കെ, സ്പൈനി സ്കിന്നാണ്. വാട്ടർ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരു ടീമുകളാണ്, അതായത് എക്കിനോഡേംസ്. ഇത് മെയിനായിട്ട് എവിടെയായിരിക്കും കാണുന്നത്? അപ്പോൾ സീക്ക് അകത്തായിരിക്കും, കടലിൽ കാണുന്നതായിരിക്കും. സീ സ്റ്റാർ, അതുപോലെ തന്നെ ഉള്ള ഓരോ സാധനങ്ങളുണ്ട്. അതൊക്കെ തന്നെ എക്സാമ്പിളായിട്ട് പറയാം. സ്റ്റാർ ഫിഷ് ആയിരിക്കും അല്ലേ, സീ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എക്കിനോഡേംസിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following tests you identified AIDS? Options: ELISA ടെസ്റ്റ്, APB ടെസ്റ്റ്, ECG ടെസ്റ്റ്, സ്ക്രീനിങ് ടെസ്റ്റ്. എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. എന്താണ്? എലിസ ടെസ്റ്റ് ആണ്. എലിസയുടെ ഫുൾ ഫോം പഠിക്കണം കേട്ടോ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് എസ്സേ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ എസ്സേ എന്ന് പറയുന്ന സാധനമാണ് എലിസ. എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ HIV ആൻറ്റിബോഡീനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രസൻസ് ഓഫ് HIV ആൻറ്റിബോഡീസ്, അതുപോലെ തന്നെ ആൻറ്റിജനൊക്കെ ബ്ലഡിലുണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ. അതായത് HIV ബാധിച്ച ഒരാളാണെങ്കിൽ അവർക്ക് ആൻറ്റിബോഡി അതിനെതിരായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. HIV പ്രൊഡ്യൂസസ് ആൻറ്റിബോഡീസ് എഗൈൻസ്റ്റ് ഇറ്റ്. അതായത് അത് മെയിനായിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ ജിയും IgG ഒക്കെയാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് IgG എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ എലൈസ ടെസ്റ്റ് വഴി നമ്മൾ ഇതിൻ്റെ എമൗണ്ട് ആണ് നോക്കുന്നത്. HIV ബാധിച്ച ആളാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബോഡി ഇതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ HIV പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാം. ഈ ആൻറ്റിബോഡീനെ ഡിറ്റക്റ്റ് ചെയ്യാനാണ് എലൈസ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? Which of the following allergic reactions result in decreased blood pressure and shortness of breath? Options: anaphylaxis, hives, asthma, hay fever. ഇത് ഈ തന്നിരിക്കുന്ന അലർജിക് റിയാക്ഷൻസിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് അലർജിക് റിയാക്ഷൻസ് ഏതിലാണ് ബ്ലഡ് പ്രഷർ കുറയുക, അതുപോലെ തന്നെ ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് ഏതിനാണ്? അനാഫിലാക്സിസിനാണ് കേട്ടോ ആൻസർ വരുന്നത്. ഇതൊരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷനാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കാര്യമായിട്ട് ബാധിക്കും. അതായത് ഇതുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ചുറ്റുമായിട്ട് ഒരു കെമിക്കൽസിൻ്റെ ഒരു ഫ്ലഡ് തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ വളരെ കുറയും, നമ്മുടെ ശ്വാസകോശമൊക്കെ അങ്ങ് ചുരുങ്ങും. അപ്പം നമുക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് കാണും. നമുക്ക് പെട്ടെന്ന് ക്ഷീണം അല്ലെങ്കിൽ സ്കിന്നിൽ റാഷസ്, നോസിയ, വോമിറ്റിംഗ് ഒക്കെ ഇതിൻ്റെ സൈൻസ് ആയിട്ട് പറയുന്നതാണ്. പിന്നെ ചില ഫുഡ് ചിലർക്ക് അലർജി ഉണ്ടാവും അല്ലേ, അതേപോലെ ചിലപ്പോൾ വല്ല ഇൻസെക്റ്റിൻ്റെ ഒക്കെ വിഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് കാരണമാവാറ്. ചിലർക്ക് ബീഫ് കഴിച്ചാലാവും, ചിലർക്ക് ഫിഷിനായിരിക്കും, ചിലർക്ക് ചിക്കനായിരിക്കും, ചിലപ്പോൾ ഡസ്റ്റ് അലർജി ആയിരിക്കും. ഓരോരുത്തർക്ക് അവരുടെ ആ ബ്ലഡുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് ഒരു ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. ആ ഇഞ്ചക്ഷൻ്റെ പേരാണ് എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ നമുക്ക് കിട്ടിയില്ല, എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ആക്കേണ്ടിയൊക്കെ വരും. മനസ്സിലായോ? എപ്പിനെഫ്രിൻ്റെ ഇഞ്ചക്ഷനാണ് ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നായിട്ട് എടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഡെത്തിന് വരെ കാരണമാവും. അത്രയും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ സഡനായിട്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിയണം. അത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവും. HIV mainly infects cytotoxic T lymphocyte, helper T lymphocyte, killer lymphocytes, cell-mediated T lymphocyte. ഏതിനെയാണ് ഈ HIV ഇൻഫെക്റ്റ് ചെയ്യുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. HIV-നെ റിലേറ്റ് ചെയ്തിട്ടും എയ്ഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോൾ അബ്രീവിയേഷൻ ആവാം, എന്ത് വേണേലും ചോദിക്കും. അപ്പോൾ അത് നോട്ട് ചെയ്യുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഹെൽപ്പർ T ലിംഫോസൈറ്റിനെയാണ് ഈ HIV ബാധിക്കുന്നത്. HIV-യുടെ ഫുൾ ഫോം ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. HIV വൈറസ് എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ഹെൽപ്പർ T ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. ഈ T ലിംഫോസൈറ്റിൻ്റെ പ്രത്യേകത ഇത് ഹ്യൂമൻ ബോഡിയിലെ ഇമ്മ്യൂൺ സെൽസ് ആണ്. ഈ HIV വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പേഴ്സൻ്റെ ശരീരത്തിലോട്ട് ഒത്തിരി വൈറസുകളാണ് എൻ്റർ ചെയ്യുന്നത്.
അങ്ങനെ വൈറസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് RNA വൈറൽ DNA ഒക്കെ ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യും. RNA റെപ്ലിക്കേറ്റഡ് ടു ഫോം വൈറൽ DNA. അങ്ങനെ വൈറൽ DNA ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് നമ്മുടെ സെൽസിനൊക്കെ ഇൻഫെക്റ്റഡ് ആക്കിയിട്ട് കൂടുതൽ വൈറസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ മാക്രോഫേജിലൊക്കെ ഇപ്പോൾ വൈറസായി. മാക്രോഫേജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? വൈറസ് പാർട്ടിക്കിളിനെയാണ്. ഈ വൈറസ് ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിനകത്തോട്ട് പോവും. അത് നമ്മളെ ഹെൽപ്പർ T ലിംഫോസൈറ്റിനൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആരെ ഇവിടെ ബാധിച്ചത്? ഹെൽപ്പർ T ലിംഫോസൈറ്റിനെ ബാധിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ T സെൽസിൻ്റെ നമ്പറൊക്കെ കുറഞ്ഞു വരും. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി ആണല്ലോ നമ്മുടെ ഈ ഹെൽപ്പർ T സെൽസ്, ഇമ്മ്യൂൺ സെൽസ് ആണ് അല്ലേ ഹ്യൂമൻ ബോഡിയിൽ. അപ്പോൾ അത് കുറഞ്ഞു വന്നാൽ ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് അൺഏബിൾ ടു പ്രൊഡ്യൂസ് എനി ഇമ്മ്യൂൺ റെസ്പോൺസ്. അങ്ങനെ ആണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ HIV എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പർ T ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും സിമ്പിളായിട്ട് ഓർത്താൽ മതി. HIV വൈറസ് വന്നു കഴിഞ്ഞാൽ പേഴ്സണിലോട്ട് എൻട്രി ചെയ്താൽ വൈറസ് പ്രൊഡ്യൂസ് ചെയ്യും. RNA വൈറൽ DNA ഒക്കെ ആയിട്ടാണ് ഫോം ചെയ്ത് വൈറസ് കൂടും. വൈറസ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഹെൽപ്പർ T ലിംഫോസൈറ്റൊക്കെ അതിനൊക്കെ വൈറസ് വന്ന് എഫക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ T സെൽസ് കുറയും, ഇമ്മ്യൂണിറ്റി കുറയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ജീൻ? ഓപ്ഷൻസ്: ബ്ലഡ് ടെസ്റ്റ്, ഫിംഗർ പ്രിൻറ്റ്, കാർബൺ ഡേറ്റിംഗ്, DNA ഫിംഗർ പ്രിൻറ്റിംഗ്. ഈസി ആയിട്ട് അറിയാലോ. ജീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതാണ്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ് ജീൻസിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സതേൺ ഹൈബ്രിഡൈസേഷൻ മെത്തേഡാണ് കേട്ടോ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോളൂ. സതേൺ ഹൈബ്രിഡൈസേഷൻ മെത്തേഡ്. ഓക്കെ, പിന്നെ മാത്രമല്ല പെറ്റേണിറ്റി ടെസ്റ്റിങ്ങിലൊക്കെ സസ്പെക്റ്റിനെയും ക്രിമിനൽസിനെയും ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് അവർ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഈ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ, ദ ബേസിസ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഈസ്. ഓപ്ഷൻസ്: ഡബിൾ ഹെലിക്സ്, എറേഴ്സ് ഇൻ ബേസ് സീക്വൻസ്, DNA റെപ്ലിക്കേഷൻ, DNA പോളിമോർഫിസം. ആൻസർ കൊടുത്തിട്ടുണ്ട് അല്ലേ? DNA പോളിമോർഫിസം ആണ് ദ ബേസിസ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ട്രാൻസ്ക്രിപ്ഷൻ ദ DNA മോളിക്യൂൾ ഓപ്ഷൻസ്: disintegrates, moves into cytoplasm, replicate itself, reassociate to form its original structure. കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? ആഫ്റ്റർ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് റീഅസോസിയേറ്റ്സ് ടു ഫോം ഇറ്റ്സ് ഒറിജിനൽ സ്ട്രക്ചർ. The central dogma explains the transfer of genetic information from dash to dash. Options: RNA to RNA, RNA to DNA, DNA to protein, RNA to protein. Correct answer എന്താ വരുന്നത്? ഓപ്ഷൻ എ, DNA to RNA. Central dogma explains the transfer of genetic information from DNA to RNA. Replication of DNA occurs in. Correct answer എന്താ? ഓപ്ഷൻസ് തന്നെയുള്ളത് S ഫേസ്, G1 ഫേസ്, G2 ഫേസ്, M ഫേസ്. കറക്റ്റ് ആൻസർ വരുന്നത് S ഫേസ് ആണ്. റെപ്ലിക്കേഷൻ ഓഫ് DNA എവിടെ നടക്കുന്നത്? S ഫേസിൽ വെച്ചാണ് നടക്കുന്നത്. ക്രോമസോംസ് ആർ കമ്പോസ്ഡ് ഓഫ് DNA ആൻഡ് ഡാഷ്. ഓപ്ഷൻസ്: ലിപ്പിഡ്സ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്. ക്രോമസോംസ് അല്ലേ? അതിലെന്താ ഉള്ളത്? ക്രോമസോംസ് ആർ കമ്പോസ്ഡ് ഓഫ് DNAയും പിന്നെ ഏതാ ഉള്ളത്? പ്രോട്ടീൻസും ആണ്. പ്രോട്ടീൻസും DNAയും ആണ്. Next one, thalassemia is a hereditary disease which affects blood, lungs, heart, none of the above. തലസീമിയ ഒരു ഹെറിഡിറ്ററി ഡിസീസാണ്. എന്തിനെയാണ് ബാധിക്കുന്നത്? നമ്മുടെ ബ്ലഡിനെയാണ് തലസീമിയ ബാധിക്കുന്നത്. തലസീമിയ ഒരു ഹെറിഡിറ്ററി ഡിസീസാണ് ദാറ്റ് എഫക്ട്സ് ദ ബ്ലഡ് അല്ലേ? ഇതൊരു ബ്ലഡ് ഡിസോർഡർ ആണ്. നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ഇൻഅഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ അവിടെ ഫോം ചെയ്യുക. അബ്നോർമൽ ഫോർമേഷൻ ആണ് അവിടെ അല്ലേ? ഇറ്റ് മേക്സ് ദ ബോഡി ഇൻ എൻ അബ്നോർമൽ ഫോം ഓർ ഇൻഅഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ. അതങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ അനീമിയ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത എന്താണ്? റെഡ് ബ്ലഡ് സെൽസിൽ കാണുന്നതാണ്. ഓക്സിജനെ ക്യാരി ചെയ്യുന്നതാണ്. ഈ ഡിസോർഡറിൻ്റെ ഫലമായിട്ട് ഈ റെഡ് ബ്ലഡ് സെൽസ് ഒക്കെ ഡിസ്ട്രോയിഡ് ആവും. അതിൻ്റെ ഫലമായിട്ട് അനീമിയ ഉണ്ടാവും. മെൻഡൽസ് ലോ അപ്ലൈ ഓൺലി വെൻ. ഓപ്ഷൻസ്: പാരൻസ് ആർ പ്യുവർ ബ്രീഡിംഗ്, parent is co-dominant, characters are recessive, characters are linked.
അപ്പോൾ ഗ്രിഗർ മെൻഡലിനെ അറിയാം അല്ലേ? അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, മെൻഡൽസ് ലോ അപ്ലൈ ഓൺലി എപ്പോഴാണ് അപ്ലൈക്കബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്, പേരൻസ് ആർ പ്യുവർ ബ്രീഡിങ് ആണെങ്കിലാണ്. അപ്പോൾ ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിന് കുറേ എക്സ്പീരിമെൻറ്റ്സ് ഒക്കെ നടത്തി. എന്തിലാണ് നടത്തിയത്? പീ പ്ലാന്റ്സിലായിരുന്നു നടത്തിയത്. അങ്ങനെ ഫണ്ടമെൻ്റൽ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് അദ്ദേഹം ഡിസ്കവർ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 3 ലോസ് ആണ് കൊണ്ടുവന്നത്. 3 ലോസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ലോസ് ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇങ്ങനെ 3 ലോസ് ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഇതെപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക? വെൻ പാരൻസ് ആർ പ്യുവർ ബ്രീഡിങ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനായി, മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ബൈ ഓപ്ഷൻസ് ടെസ്റ്റ് ക്രോസ്, ബാക്ക് ക്രോസ്, ഹൈബ്രിഡ് ക്രോസ്, മോണോ ഹൈബ്രിഡ് ക്രോസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും നാളത്തെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ മോഡൽ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ടെലഗ്രാമിൽ ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക എല്ലാവരും. ആ ലിങ്കിൽ കയറിയിട്ട് ഈ ആഴ്ച തന്നെ കഴിയുന്നതും ടെസ്റ്റ് ഇടാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. വളരെയധികം വേക്കൻസി ഉള്ള ഒത്തിരി നല്ലൊരു പോസ്റ്റാണ്. അപ്പം നല്ല എനർജിയോട് കൂടി പഠിക്കാനും ലിസ്റ്റിൽ വരാനും എല്ലാം സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.